പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 പേജ് നമ്പർ 176 ഫിഗർ റൈറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ടെൻസീൻ ഡ്രിങ്ക്സ് ഹാഫ് ഗ്ലാസ് ഓഫ് മിൽക്ക് എവരി ഡേ. എല്ലാ ദിവസവും ടെൻസീന് അര ഗ്ലാസ് പാല് വീതം കുടിക്കും. ഹൗ മെനി ഗ്ലാസസ് ഓഫ് മിൽക്ക് ഡസ് ഹി ഡ്രിങ്ക് ഇൻ എ വീക്ക്? അപ്പോൾ ഒരു ആഴ്ചയിൽ, അതായത് ഒരു വീക്കിൽ അവൻ എത്ര ഗ്ലാസ് പാല് കുടിക്കും? ഹൗ മെനി ഗ്ലാസസ് ഓഫ് മിൽക്ക് ഡിഡ് ഹി ഡ്രിങ്ക് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി? അപ്പോൾ ജാനുവരിയിൽ അവൻ എത്ര ഗ്ലാസ് പാല് കുടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ദിവസം അവൻ ഹാഫ് ഗ്ലാസ് ഓഫ് മിൽക്കാണ് കുടിക്കുന്നത്. അപ്പോൾ ഒരു വീക്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 വീക്ക് എന്ന് പറയുന്നത് 7 ഡേയ്സ് ആണ്. അപ്പോൾ 7 കൊണ്ട് ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഗ്ലാസസ് ഓഫ് മിൽക്ക് ഡ്രിങ്ക് ഇൻ എ ഡേ ഇസ് ഈക്വൽ ടു 1/2. ഇനി എന്താ? there are 7 days in a week. So number of glasses of milk drink in 1 week is equal to എന്ത് ചെയ്യണം? 7 നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 × 7 ചെയ്യും അല്ലേ? ന്യൂമറേറ്ററും ഈ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡഡ് ബൈ 2. ഡിനോമിനേറ്റർ നമ്മൾ അതേപോലെ തന്നെ എഴുതും. അപ്പോൾ എന്ത് കിട്ടും? 1 × 7 7 7/2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അതായത് ഒരു വീക്കിൽ അവൻ കുടിക്കുന്ന പാലെന്ന് പറയുന്നത് 7/2 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി ഗ്ലാസസ് ഓഫ് മിൽക്ക് ഹി ഡ്രിങ്ക് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി? മന്ത് ഓഫ് ജാനുവരിയിൽ അവൻ കുടിക്കുന്ന മിൽക്ക് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജാനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. മന്ത് ഓഫ് ജാനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ട്? 31 ഡേയ്സ് ആണുള്ളത് അല്ലേ? ഓൾസോ there are 31 days in the month of January. So number of glasses of milk drink in the month of January. അപ്പം മുകളിൽ നമ്മൾ 1 വീക്കിലെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തേ? 1/2 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 1 വീക്കിൽ ഇത് കിട്ടി. ഇനി നമുക്ക് മന്ത് ഓഫ് ജാനുവരിയിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മന്ത് ഓഫ് ജാനുവരിയിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 1/2 31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 31 × 1/2. അതായത് ഒരു ദിവസം കുടിച്ച പാലിൻ്റെ അളവിനെ നമ്മൾ എന്ത് ചെയ്യണം? 31, അതായത് മന്ത് ഓഫ് ജാനുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ജാനുവരിയിൽ എത്ര ഗ്ലാസ് മിൽക്ക് കുടിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നോക്കിയേ. ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങളിതിനെ ഡിവിഷൻ ചെയ്തിട്ട് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എഴുതിക്കണം കേട്ടോ. അതായത് 7/2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3 2s are 6. റിമൈൻഡർ നമുക്ക് 1 കിട്ടി. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, നമുക്ക് ആൻസർ എഴുതുമ്പോൾ നമുക്ക് കിട്ടിയ കോഷ്യൻറ്റിനെ നമ്മൾ ഹോൾ നമ്പറായിട്ട് എഴുതുന്നു, കിട്ടിയ റിമൈൻഡറിനെ നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതുന്നു, ഡിവൈസറിനെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എഴുതുന്നു. അപ്പോൾ നമുക്ക് ആൻസർ 3 1/2 എന്ന് കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ടെൻസീൻ ഡ്രിങ്ക്സ് 3 1/2 ഗ്ലാസസ് ഓഫ് മിൽക്ക് ഇൻ എ വീക്ക്. ഇനി നമ്മൾ മന്ത്ലിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 31 × 1/2, ദാറ്റ് ഈസ് 31/2. ഇവിടെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണം. 31/2 1 2 3 - 2 is 1 11 5 2s are 10 1. ഇവിടെ അപ്പോൾ റിമൈൻഡർ നമുക്ക് 1 കിട്ടി. അപ്പോൾ എന്തെഴുതാം? ക്വോഷ്യൻ്റ് ഈസ് 15, ദാറ്റ് ഈസ് ഹോൾ നമ്പർ. റിമൈൻഡർ ഈസ് 1, ദാറ്റ് ഈസ് ന്യൂമറേറ്റർ, ആൻഡ് ഡിവൈസർ ഈസ് 2, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് 15 1/2 എന്ന് കിട്ടി. Therefore ടെൻസീൻ ഡ്രിങ്ക്സ് 15 1/2 glasses of milk in the month of January.
മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ആദ്യം വീക്കിലത് കണ്ടുപിടിക്കാൻ 1/2 ഇൻറ്റു 7 ചെയ്തു. മന്ത് ഓഫ് ജാനുവരി കണ്ടുപിടിക്കാൻ 1/2 ഇൻറ്റു 31 ചെയ്തു. ഓക്കെ.